നമസ്കാരം. കേരളത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളുണ്ടായ ആളാണ് ഷാഫി പറമ്പിൽ. കേരളത്തിലെ അടുത്ത കോൺഗ്രസിലെ ഒന്നാമൻ, അടുത്ത തലമുറയുടെ ലീഡർ എന്ന് അദ്ദേഹത്തെ കൊട്ടിഘോഷിച്ച, അദ്ദേഹത്തെ കൊണ്ടു നടന്ന ഭൂരിഭാഗം കേന്ദ്രങ്ങളും ഷാഫി പറമ്പിലിനെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് ഈ 2 ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ചർച്ചയിൽ അദ്ദേഹം PD സതീശനെ ഷാഫി പറമ്പിൽ പിന്തുണച്ചില്ല, KC വേണുഗോപാലിനെയാണ് പിന്തുണച്ചത് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിൽ നിലവിൽ വിചാരണ ചെയ്യപ്പെടുന്ന കാഴ്ച ഉണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യത്തിലേക്ക് എത്തിയത്? VD സതീശൻ്റെ പിന്നണി പോരാളികളായി നിലനിന്നിരുന്ന വലിയ ഒരു സംഘം, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒപ്പം മാത്യു കുഴൽനാടൻ അടക്കമുള്ള വലിയ സംഘം ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹവുമായി തെറ്റുകയാണ്. മാത്യു കുഴൽനാടൻ മറ്റൊരു സാഹചര്യത്തിൽ. എന്നാൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർബന്ധിത ഗർഭഛിദ്ര ആരോപണങ്ങൾ അടക്കം വന്ന ഘട്ടങ്ങളിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആ നിര VD സതീശൻ്റെ നിലപാടിനെതിരായി നിലകൊണ്ടു എന്നുള്ളതാണ്. രാഹുലിനെതിരെ നടപടി എടുക്കണം എന്നുള്ള ആവശ്യവുമായും തുടർന്നും അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉറച്ച നിലപാട് കൈക്കൊണ്ട് VD സതീശനെതിരെ രംഗത്തെത്തി എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായി ആ നിരയൊന്നാകെ VD സതീശനെ കൈവിട്ടു. പിന്നീട് KC വേണുഗോപാലിൻ്റെ പിന്നണി പോരാളികളായി. അതിൻ്റെ തുടർച്ചയായി യൂത്ത് കോൺഗ്രസിന് പകരമായി വന്ന സംസ്ഥാന പ്രസിഡന്റിനെ നിർദ്ദേശിക്കുന്നതടക്കം KCയുടെ സ്വാധീനത്തിലാണ് നടന്നത്. KC ഹൈക്കമാൻഡാണല്ലോ. ഈ സാഹചര്യത്തിൽ അവർ തുടർച്ചയായി VD സതീശന് എതിരായ നിലപാടെടുത്തു. ഒടുവിൽ മുഖ്യമന്ത്രി ചർച്ചയിൽ VD സതീശൻ അല്ല, KC വേണുഗോപാലാണ് വേണ്ടത് എന്നുള്ള നിർദ്ദേശം വെച്ചു എന്നുള്ളതാണ് നിലവിലെ ഈ ഷാഫി പറമ്പിലിനെതിരായ വ്യാപകമായ സൈബർ പ്രചരണങ്ങളുടെ അടിസ്ഥാനം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ സ്റ്റാറാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും വലിയ പോരാട്ടങ്ങൾ നയിച്ച ആളുകളാണ് അപ്പുറത്ത് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അണികളും അദ്ദേഹത്തിൻ്റെ പിന്നണിയിലുള്ള നേതാക്കളും അടക്കം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് നടത്തിയ വലിയ തോതിലുള്ള ആരോപണ പ്രളയം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സാഹചര്യം വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ടാടിയ ആളുകൾ ഒരൊറ്റ ദിവസം കാലുമാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പ്രത്യയശാസ്ത്ര ദൃഢതയില്ലാത്ത ബലൂണുകൾ ഒരു സൂചി കുത്തുകൊണ്ട് പൊട്ടിയില്ലാതാകുന്ന കാഴ്ച എന്ന് വരെ നിർവചിക്കുകയാണ് ഷാഫി പറമ്പിലിനെ. ഷാഫി പറമ്പിൽ നേരത്തെ എടുത്ത നിലപാടുകളും അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളും അദ്ദേഹത്തെ ഏത് മട്ടിലാണ് മാറ്റി നിർത്തിയത് എന്നുള്ളതാണ് വിശകലനങ്ങൾ വരുന്നത്. മീഡിയ വണ്ണിൽ തൊട്ട് മുൻ മണിക്കൂറുകളിൽ നിരന്തരമായി ഷാഫി പറമ്പിലിന് എതിരായ ഇത്തരത്തിലുള്ള വിചാരണകൾ തന്നെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് രാഷ്ട്രീയമായ വിചാരണകളാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടർച്ചയായി വരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം VD സതീശന് പിന്നിൽ അണിനിരക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായ ആൾ അദ്ദേഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഭാവിയിൽ അതൊക്കെ തിരിച്ചെടുക്കാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. പഴയതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ വന്നു കഴിയുമ്പോൾ വീണ്ടും പഴയ മാർഗ്ഗങ്ങളിലൂടെ അത് തിരിച്ചെടുക്കാം. ഈ അനിഷ്ടം കാണിച്ച ആളുകൾ, അത് സൈബർ സേനയായാലും ഒപ്പം ജമാഅത്തെ ഇസ്ലാമി ആയാലും മീഡിയ വൺ ആയാലും അത്തരം അദ്ദേഹത്തിൻ്റെ പിന്നണിയിൽ അണിനിരുന്ന ആളുകളൊക്കെ അത്തരം സാഹചര്യങ്ങളിൽ വീണ്ടും തിരിച്ച് ചിന്തിക്കുമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അങ്ങനെ വലിയ നഷ്ടം അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ്. എന്നിട്ടും മുഖ്യമന്ത്രി ചർച്ചയിൽ അദ്ദേഹത്തിന് മാത്രമല്ല, നിങ്ങൾ കാണുന്നുണ്ടാകും പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അഭിജിത്ത് മുതൽ മാത്യു കുഴൽനാടൻ വരെ പോയിടത്തൊക്കെ ചില സംഘങ്ങൾ വന്ന് വിചാരണ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരം VD സതീശന് അനുകൂലമായ നിലപാടുള്ള ആളുകൾ അദ്ദേഹത്തിന് എതിരെ മാറി എന്ന് പറയുമ്പോൾ അണികൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം, തെരുവിൽ നിയുക്ത MLA-മാരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത് ക്രമസമാധാന നിലയെ തന്നെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളുടെ നിലപാടുകൾ അറിയാൻ MLA-മാരുടെ നേരത്തെ നമ്മൾ അറിഞ്ഞു. അതിനുശേഷമുള്ള നേതാക്കളെ ഷാഫി മുതലുള്ള വൈസ് പ്രസിഡന്റുമാരെ അടക്കം രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ സുപ്രധാനം. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുടെ തുടർച്ചയായി എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇങ്ങനെ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾക്ക് നേരിടേണ്ടി വരുന്ന സൈബർ വിമർശനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇത്തരം വാർത്തകൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആദ്യം ഈ നേതാക്കളുമായുള്ള ചർച്ചയിൽ രാഹുൽ ഗാന്ധി പല ചോദ്യങ്ങൾ ചോദിച്ചു, പല ഉത്തരങ്ങൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട നിഗമനങ്ങൾ വരുന്നുണ്ട്, റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി ചർച്ചയിൽ നേതാക്കൾ പറഞ്ഞത് എന്താണ് എന്ന് മാതൃഭൂമി പത്രം ഇന്ന് സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഈ മട്ടിൽ സൈബർ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
ആദ്യ നേതാക്കളുടെ പ്രതികരണങ്ങൾ മുതൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓരോരുത്തരെയായി നോക്കാം. മാതൃഭൂമി വാർത്ത പ്രകാരം കെ സുധാകരൻ പറഞ്ഞത്, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം, എല്ലാവരുമായി യോജിച്ചു പോകാൻ അദ്ദേഹത്തിന് പറ്റും, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾക്കും അതൃപ്തിയില്ല, അത്തരം പ്രചരണങ്ങൾ തെറ്റാണ്, പ്രതിഷേധങ്ങൾ സംഘടിതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തേതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രതികരണമാണ്. ആരെ പ്രഖ്യാപിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമില്ല, എല്ലാവരെയും ബോധ്യപ്പെടുത്തി തീരുമാനമെടുക്കണം, മുസ്ലിം ലീഗിനെ ഇതിൽ വലിച്ചിഴക്കണ്ട എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. MM ഹസൻ, MLA-മാരുടെയും നേതാക്കളുടെയും ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കുന്നതാണ് നല്ലത്, അതായത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം ആരായുമെന്നല്ലാതെ തീരുമാനം പാർട്ടിയുടേതാണ്. ഇനി AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ മുതിർന്ന നേതാക്കൾ, വൈസ് പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ ഒക്കെ ആയിട്ടുള്ള മുതിർന്ന നേതാക്കളാണ്. അവർ പറഞ്ഞത് KC വേണുഗോപാലിനാണ് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം എന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത് എന്നാണ് PC വിഷ്ണുനാഥ് അടക്കം ഒപ്പം ഷാഫി പറമ്പിൽ വരെ പറഞ്ഞത്. AP അനിൽകുമാർ നേരത്തെ നമുക്കറിയാലോ ഇത്തരത്തിലുള്ള നിരവധി ചർച്ചകളിൽ പ്രത്യക്ഷമായി പങ്കാളിയായ ആളാണ്. പിന്നെ K മുരളീധരൻ, VD സതീശന് അനുകൂലമായി വലിയ തോതിൽ ജനവികാരമുണ്ട്, സ്ത്രീകളുടെയും യുവാക്കളുടെയും പിന്തുണ സതീശനുണ്ട്, അത് ഹൈക്കമാൻഡ് കണക്കിലെടുക്കണം എന്ന് സതീശൻ അനുകൂലമായി K മുരളീധരൻ തുറന്നു പറഞ്ഞു. പിന്നെ VM സുധീരൻ, VD സതീശൻ്റെ ജനപ്രീതിയും സ്വീകാര്യമായ നയങ്ങളുമാണ് UDF-നെ വലിയ വിജയത്തിലേക്ക് നയിച്ചത്, വർഗീയ കക്ഷികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹത്തിന്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സ്വാഭാവികമായ അവകാശം അദ്ദേഹത്തിനുണ്ട്, അത് നിരസിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് VM സുധീരൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമായിരുന്നു. അദ്ദേഹത്തിനൊരു പുരസ്കാരം പ്രഖ്യാപിച്ച് അത് വിതരണം ചെയ്യുന്ന വേദിയിൽ VM സുധീരൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില പ്രശംസകൾ അവിടെ ചുരിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ VD സതീശൻ്റെ പേരാണ് പറഞ്ഞത് എന്നുള്ളതാണ് പ്രധാന കാര്യം. അതേസമയം മനോരമ ഇന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഹൈക്കമാൻഡ് വസ്തുതാ പരിശോധനയും നടത്തി എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്ന സാഹചര്യത്തിൽ VD സതീശന് അനുകൂലമായി പിന്നെ KC-യും ചെന്നിത്തലയും ഒക്കെ അനുകൂലമായി ഫ്ലക്സ് പ്രകടനങ്ങളൊക്കെ നടന്ന സാഹചര്യത്തിൽ ഇത് ആസൂത്രിതമാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം കൂടി നടത്തി എന്നുള്ളതാണ്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കോൺഗ്രസിൻ്റെ രീതി വെച്ച് അതിന് സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള സംശയമുണ്ടെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ വസ്തുത അന്വേഷണത്തിലൂടെ കോൺഗ്രസിൽ നിലവിലെ സാഹചര്യത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ചിലപ്പോൾ ഒരു നടപടി തന്നെ വന്നേക്കാം എന്നുള്ള സൂചനകളാണ് മനോരമയുടെ ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. മനോരമ റൂബിൻ ജോസഫ് ന്യൂഡൽഹിയിൽ നിന്ന് വസ്തുതാ പരിശോധനയാണ് രാഹുൽ നടത്തിയത് എന്നൊരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്തയിൽ പറയുന്ന കാര്യം ഇതാണ്: മുഖ്യമന്ത്രി പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഡൽഹിയിലേക്ക് അടിയന്തരമായി വിളിച്ച മുതിർന്ന നേതാക്കളോട് രാഹുൽ ഗാന്ധി ചോദിച്ചത് പേരല്ല, പകരം കേരളത്തിലെ സാഹചര്യവും അതിൽ നിന്നും പുറത്തു കടക്കാൻ ഓരോരുത്തരുടെയും നിർദ്ദേശവുമാണ്. കേരളത്തിൽ ഉയർന്ന പ്രതിഷേധവും പ്രകടനങ്ങളും അതിനു പിന്നിലുള്ള വസ്തുതകളും ചോദിച്ചു. അവ മാധ്യമ സൃഷ്ടിയാണോ അതോ മറ്റാരുടെയെങ്കിലും സൃഷ്ടിയാണോ എന്ന ചോദ്യവും രാഹുലിൽ നിന്ന് ചിലരോടുണ്ടായി. രാഹുലിൽ നിന്ന് ഒരേ ചോദ്യങ്ങളായിരുന്നില്ല പലരും നേരിട്ടത്. സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകളെക്കുറിച്ച് രാഹുൽ സൂചിപ്പിച്ചില്ല. ആരെയും കുറിച്ച് അഭിപ്രായം തേടിയതുമില്ല. സ്ഥിതി വഷളായ സാഹചര്യത്തിൽ ഓരോ നേതാക്കളുടെയും പങ്ക് എന്താണെന്ന ചോദ്യം ചിലരോട് അപ്രതീക്ഷിതമായി ഉണ്ടായി. സംസാരിച്ചിറങ്ങിയ മിക്കവാറും നേതാക്കൾക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്: കേരളത്തിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അസംതൃപ്തനാണ്. കേരളത്തിൽ ജനം നൽകിയ വിജയത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടും വിധം സ്ഥിതി വഷളായെന്ന കാര്യവും ഇന്നലെ കൂടിക്കാഴ്ചയ്ക്കെത്തിയ പല നേതാക്കളും പറഞ്ഞു. ഹൈക്കമാൻഡ് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പരിഹാര മാർഗമാണ് രാഹുൽ അഭിപ്രായമായി ചോദിച്ചതെന്ന് നേതാക്കൾ വിശ്വസിക്കുന്നു. എന്നാൽ ഹൈക്കമാൻഡ് പേര് പ്രഖ്യാപിക്കുമ്പോൾ ഉയരാവുന്ന അപസ്വരം ഒഴിവാക്കാൻ വിശാല ചർച്ച നടത്തി എന്ന പ്രതീതിക്കാണ് രാഹുലിൻ്റെ ശ്രമമെന്ന് കരുതുന്നവരും ഉണ്ട്. ഇതാണ് സാഹചര്യം. പക്ഷേ അതേസമയം തന്നെ ആളുകളുടെ പേരുകൾ നേതാക്കൾ വ്യക്തമായി ഹൈക്കമാൻഡിന് മുന്നിൽ പറഞ്ഞു. അത് രാഹുലിനോട് ഏത് മട്ടിൽ രാഹുൽ തിരിച്ച് അത് ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് മനോരമ പ്രധാനമായി വിശകലനം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പേരുകൾ ചോദിച്ചില്ല എന്നാണ് മനോരമ പറയുന്നത്. ഈ സാഹചര്യം പ്രധാനമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നറിയാതെ വോട്ട് ചെയ്ത് 102 സീറ്റ് കൊടുത്ത് അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ KPCC-യുടെയും തുടർന്ന് ഹൈക്കമാൻഡിൻ്റെയും നിലപാടിലൂടെ നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഇതിൽ രോഷം കൊള്ളുന്ന മാധ്യമങ്ങളുടെ ചില മുഖപ്രസംഗങ്ങൾ, ഉദാഹരണത്തിന് മാതൃഭൂമിയുടെ ഇന്നത്തെ മുഖപ്രസംഗം ശ്രദ്ധേയമാണ്. ഹേ കോൺഗ്രസ്, ഇത് നിന്ദാർഹം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി മുഖപ്രസംഗം എഴുതുന്നുണ്ട്. അതിൻ്റെ കൺക്ലൂഷൻ ശ്രദ്ധേയമാണ്. ഞാൻ അത് മാത്രം വായിക്കാം. കേരളം നൽകിയ അസാധാരണമായ ജനവിധിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അപമാനിക്കുന്നത്. ഇത് ജനം ആ പാർട്ടിയിലും നേതാക്കളിലും മുന്നണിയിലും അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ലംഘനമാണ്. മുഖ്യമന്ത്രി ആര് എന്ന തീരുമാനം ഇനിയും നീട്ടിക്കൊണ്ടുപോകരുത്. ജനത്തിന് ഈ നാടകം മടുത്തു കഴിഞ്ഞു.
കഴിഞ്ഞു. 5 വർഷം ഭരണവുമായി മുന്നോട്ട് പോകണമെന്നും അത് കഴിഞ്ഞ് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതാണ് എന്നുമുള്ള ബോധം പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും ഉണ്ടാകണം. മുഖ്യമന്ത്രി പദ തീരുമാനം നീളുന്ന ഓരോ നിമിഷത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മേൽ കരിനിഴൽ കനക്കുകയാണ് എന്നാണ് മാതൃഭൂമി മുഖപ്രസംഗം വ്യക്തമായി എഴുതുന്നത്. ഇത് കോൺഗ്രസിനുള്ള ഇനിയെങ്കിലുമുള്ള തിരിച്ചറിവിനുള്ള അവസരമാണ് ഈ മണിക്കൂറുകൾ എന്നുള്ളതാണ് ജനം എഴുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ അവർ കളിക്കുന്ന ഈ കളികളോടുള്ള ജനങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്നുള്ളതാണ്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നതിൽ ശ്രദ്ധേയമായ ഒന്ന് KC വേണുഗോപാലിൻ്റെ സാഹചര്യമാണ്. അദ്ദേഹം തുടക്കത്തിൽ MLA-മാരുടെയൊക്കെ പിന്തുണയിൽ നിന്നുകൊണ്ട് KC കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ സമ്മർദ്ദ സാഹചര്യത്തിൽ ഇനി അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി. VD സതീശന് വേണ്ടിയുള്ള ഒരു വിധിയെഴുത്ത് എന്ന പൊതു നരേറ്റീവിൽ ഒരു ഭാഗം സമ്മർദ്ദ ശക്തിയായി നിൽക്കുമ്പോൾ അവിടേക്ക് കെട്ടിയിറക്കപ്പെട്ട ഒരാളായി KC വേണുഗോപാലിനെ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി KC വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നാൽ ഉണ്ടാകാനിടയുള്ള KC വേണുഗോപാലിൻ്റെ ഭാവിയെ തന്നെ തകർക്കും വിധത്തിൽ ഉണ്ടാകാനിടയുള്ള ചില സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയെന്നും പിന്മാറാനുള്ള സാധ്യത ആരാഞ്ഞു എന്നുമാണ് മറ്റൊരു റിപ്പോർട്ട്. അതേസമയം പിന്മാറുമ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച MLA-മാരും നേതാക്കളും അടക്കമുള്ള ആളുകൾ അതിൽ അതൃപ്തി അദ്ദേഹത്തെ അറിയിക്കുന്നു. അനാഥരായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. അവരെല്ലാം എതിർത്ത ഒരു ശക്തി കേന്ദ്രം നേതൃത്വത്തിൽ വന്നാൽ അവരുടെ രാഷ്ട്രീയ ഭാവിയെയും ബാധിക്കും എന്നുള്ള സമ്മർദ്ദവും KC വേണുഗോപാലിൽ ഉണ്ടായി എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഇതിൻ്റെ ഈ ത്രിശങ്കു സ്വർഗത്തിലാണ് KC വേണുഗോപാൽ ഉള്ളത് എന്നും അതിനൊന്നും മറികടക്കാനാകാതെ അല്ലെങ്കിൽ തിരിച്ചു വരാനാകാത്ത വിധം കെട്ടപ്പെട്ടിരിക്കുന്നു KC വേണുഗോപാൽ എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. അത്തരം സാഹചര്യങ്ങളെ മറികടന്ന് KC വേണുഗോപാലിനെ വീണ്ടും കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുന്നതിനുള്ള സാവകാശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തേടുന്നത്. അതിനുവേണ്ടി നേതാക്കളെ പറഞ്ഞ് നിർത്തുകയാണ്, ഒരുക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിനെ മറികടന്ന് അത്ഭുതകരമായി മറ്റൊരു തീരുമാനം വന്നാൽ മാത്രമേ ഇനി VD സതീശൻ മുഖ്യമന്ത്രിയായി വരാൻ ഇടയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. അതേസമയം രമേശ് ചെന്നിത്തല എന്ന മറ്റൊരു മുതിർന്ന നേതാവും കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും അവിടെയുണ്ട്. രമേശ് ചെന്നിത്തലയെ ഏത് മട്ടിലാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായ ആശങ്കകളായി തന്നെ വരുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് AICCയുടെ സുപ്രധാനമായ ചുമതല, അതും KC വേണുഗോപാൽ നിലവിൽ വഹിക്കുന്നതിന് മുകളിലുള്ളൊരു ചുമതല നൽകി അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അതിന് ഒരേ ഒരു പരിഹാര മാർഗം. അദ്ദേഹത്തെ AICCയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന തസ്തികയിലേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിക്കുന്ന ചില പരിഹാര മാനദണ്ഡങ്ങളും ചിലർ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ആ നിലയിൽ VD സതീശൻ KC വേണുഗോപാൽ മറ്റൊരു രീതിയിൽ വന്നാൽ മുഖ്യമന്ത്രിയായി വരുമ്പോൾ VD സതീശൻ ഏത് മട്ടിൽ അത് സ്വീകരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി. അങ്ങനെ 3 പേരിൽ ചുറ്റിപ്പറ്റി കോൺഗ്രസ് അസാധാരണമായ പ്രതിസന്ധി നേരിടുകയാണ്. ഇത്തരം പ്രതിസന്ധി ഇങ്ങനെ സൃഷ്ടിച്ച കോൺഗ്രസ് നേതൃത്വം ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭരണപരമായ കാര്യവുമായി ബന്ധപ്പെട്ട് അതിലും വലിയ പ്രതിസന്ധി സമ്മാനിച്ചിരിക്കുകയുമാണ്. അതുകൊണ്ട് ജനം തുറന്ന മനസ്സോടെ നൽകിയ ഈ ഭൂരിപക്ഷ പിന്തുണയെ അവഹേളിക്കുന്ന പരിപാടിയിൽ നിന്നും എത്രയും പെട്ടെന്ന് പിന്മാറുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ചെയ്യാനുള്ള കാര്യം. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.